നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടാ. ഇത് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നിർമ്മിച്ച വീഡിയോ ആണ്. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് കാണിന്നാം. ഇത് ശരി പോകാം. കാട്ട് എത്ര മനോഹരമാണ്. അതെ, ഞാൻ പൂക്കൾ കാണുന്നു. അതെ, നമുക്ക് പോകാം. ഹുറേ, ഓണം. വാ, എത്ര മനോഹരം. കൂടുതൽ കാണാൻ പോകാം. അതെ, മുന്നോട്ട്. ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം. കാട്ടിൽ പിള്ളേർക്ക് വികസിച്ച ഒരു യാത്രക്ക് അടുത്തുള്ള അരുവിയിൽ ചെല്ലാം. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ നിർമ്മിച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തവർ, എങ്ങനത്തെ ആൾക്ക് വേണമെങ്കിൽ ഇത് നിർമ്മിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നിങ്ങൾ വേറൊരാളുടെ വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടുന്ന സമയത്താണ് പ്രോബ്ലം വരുന്നുള്ളത്. അത് കൂടാണ്ട് നമ്മൾ പല രീതിയിലും മോണിറ്റേഷൻ ചെയ്യാൻ നോക്കിയിട്ടും കുറേ ലൈവ് ഇട്ടിട്ടും ഇതിനൊന്നും കാര്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ആവുക. നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുക, സ്വന്തമായിട്ട് എഡിറ്റിംഗ് ചെയ്യുക, സ്വന്തമായിട്ട് വീഡിയോ നിർമ്മിക്കുക, സ്വന്തമായിട്ട് ഇടുക. ഇത്ര മാത്രമേ യൂട്യൂബ് പറയുന്നുള്ളൂ. അതല്ലാതെ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ AI വീഡിയോ ഇടാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഓൺ കണ്ടന്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് യൂട്യൂബ് പറയുന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ നിർമ്മിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എത്രയോ ആൾക്കാർ യൂട്യൂബ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കിഡ്സ് ചാനലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ല ഏണിങ്സും ഉണ്ട്, നല്ല മില്യൺ വ്യൂസും ഉണ്ട്, സബ്സ്ക്രൈബറും ഉണ്ട്. അപ്പോൾ ഏണിങ്സും നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീഡിയോ നിർമ്മിക്കാമെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ടൈപ്പ് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വോയിസ് ഓവർ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മളിതിൽ ട്രാൻസ്ലേറ്ററിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇത് ടെക്സ്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായതുകൊണ്ടാണ് ഇതാണ്. നമ്മൾ വായിൽ പറഞ്ഞാൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആനയും മാനും കാട്ടിലൂടെ ഭക്ഷണം തേടി നടന്നു പോവുകയായിരുന്നു. അവർ 2 പേരും സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത്. അവർ വഴിയരികിൽ വെച്ച് അവർ ഒരു മുയലിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ ചങ്ങാത്തത്തിലുമായി അങ്ങനെ ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യുക, ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ലാസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് പോയിൻ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾറെഡി നിങ്ങൾ സ്ക്രിപ്റ്റ് കഥകൾ മൊത്തം ഇത് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ. ഞാൻ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യുക, കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കൊടുക്കണം. താഴത്തെന്ത് കൊടുക്കേണ്ടതെന്ന് അറിയാം. എല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കൊടുക്കേണ്ടത് ഈ സ്റ്റോറി നിർമ്മിക്കാൻ വേണ്ടി കാർട്ടൂൺ രൂപത്തിൽ വീഡിയോയും അവർ സംസാരിക്കുന്നതും മലയാളത്തിൽ പ്രോമിറ്റ് വേണം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പ്രോമിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാൻ മതി. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ പോകേണ്ടത് നമ്മൾ ചാറ്റ് GPT പോകേണ്ടത്. നമ്മൾ ചാറ്റ് GPT നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. പ്ലേ സ്റ്റോറിൽ ഓൾറെഡി ഇവിടെ ചാറ്റ് GPT എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചാറ്റ് GPT കിട്ടും. അപ്പോൾ ചാറ്റ് GPT എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. പ്ലേ സ്റ്റോറിൽ പോവുക, ഇവിടെ ചാറ്റ് GPT എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് GPT ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ആണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻ്റെ ചാറ്റ് GPTയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് GPT ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്കത് ഒരു Gmail വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ നേരെ ചാറ്റ് GPTയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അതിന് ശേഷം കാട്ടിലൂടെ നടക്കുന്ന നമുക്ക് ഒരു സ്റ്റോറി രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഓരോന്നും വേറെ കാറ്റഗറിയിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് നമുക്കിവിടെ സീൻ കാട്ടിലൂടെ നടക്കുന്നത്. ഓക്കെ, സീൻ 1 തന്നിട്ടുണ്ട്. ഇവിടെ ഇത് AI ടൂൾസിലും ഉപയോഗിക്കാം. ഓക്കെ, നമുക്കിത് ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോംപ്റ്റ് ആവശ്യമില്ല കേട്ടോ. അത് CapCutൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ CapCutലല്ല ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CapCutൽ വേണ്ട. അപ്പോൾ അതിന് ശേഷം താഴത്തത് സീൻ 1 കാട്ടിലൂടെ നടന്നു പോകുന്ന
ഒരു ആന ഓക്കെ നടന്നത് പ്രോംപ്റ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വായിച്ചാലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ ഇവിടെ വോയിസ് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാമത് ഞാൻ ട്രാൻസ്ലേറ്ററിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഇവിടെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സീൻ ബൈ സീൻ സംസാരത്തോടു കൂടി വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രോംപ്റ്റ് ഗ്രോക്ക് പ്രോമിറ്റ് എന്നാണ് ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് വേണമെന്ന് അറിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം അതേ ChatGPT പോയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ. ശരി, ഗ്രോക്ക് വെച്ചിട്ട് നമുക്ക് സീൻ ബൈ സീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്രോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണോ പറയുന്നത് അല്ല വേറെ ആണോ എന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് സീൻ ബൈ സീൻ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒറ്റൊരു ഇതിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. ക്യാരക്ടർ സ്റ്റൈല് ഇത് നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കോപ്പി എടുത്തതിന് ശേഷം ഇത് ഗ്രോക്കിലേക്ക് പോകട്ടോ. ആദ്യത്തെ പ്രോംപ്റ്റ് എടുത്തിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോംപ്റ്റ് എടുക്കാം. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം ഗ്രോക്കിലേക്ക് പോകട്ടോ. ഗ്രോക്കിലേക്ക് പോയിട്ടാകുമ്പോൾ നമുക്ക് ഗ്രോക്ക് എന്താണ് പറയുന്നത്, എന്താണ് തരുന്നത് എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഗ്രോക്കിൽ പോവുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് സമയത്ത് നമുക്കിവിടെ ഓൾറെഡി ഞാൻ ഫസ്റ്റ് കൊടുത്തതുണ്ട്. അപ്പോൾ ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ കുറച്ച് ഇമേജുകൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിഫറെൻറ്റ് ആക്കണം കേട്ടോ. നോക്കാം ഇതെങ്ങനെ വരുന്നുണ്ട് നോക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുത്തപ്പം നമുക്ക് ഒരുമിച്ചാണ് കിട്ടിയത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് രണ്ടാമത്തെ ഈ ഫസ്റ്റ് സീൻ 1 എന്ന് പറയുന്നില്ല, സീൻ 1 എന്ന് പറഞ്ഞ് കിട്ടിയാൽ നേരെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ ഇത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോക്കിലേക്ക് പോവുക. ഗ്രോക്കിൽ പോയിട്ട് ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ടോ. അതിനുശേഷം നമുക്ക് സീൻ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. സീൻ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കുറേ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ സംസാരിക്കുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇത് ടെക്സ്റ്റ് രൂപത്തിലായി പോയിട്ടുണ്ട്. അപ്പം നോക്കാം, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒന്ന് അത് ഇംഗ്ലീഷിലാണ്, അത് ഇപ്പോൾ വീഡിയോ നിർമ്മിക്കുന്ന സമയത്ത് മലയാളത്തിൽ കിട്ടുമോ എന്നറിയത്തില്ല, നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ സീൻ 1 കൊടുത്തപ്പം കുറേ ഇതുപോലത്തെ കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. അതിന് ജസ്റ്റ് ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മേക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ജനറേറ്റ് ആവുന്നുണ്ടാവും. ഇവിടെ ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. 100% ആയിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ തയ്യാറ്. ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടേ ഉള്ളൂ, കൂടുതൽ സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഓൾറെഡി വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഹലോ, നമുക്ക് കൂടെ നടക്കാം. അത് വരൂ, ഈ വഴിയിൽ പോകാം. നല്ല ആശയം. ഞാൻ പോകാം. എന്റെ കൂട്ടുകാരാ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓൾറെഡി ഏത് വീഡിയോ ആണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലത്തെ വീഡിയോസ് ലോങ് സ്റ്റൈലിൽ കിട്ടിയില്ല, ഷോർട്ടിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷോർട്ട് ഫീൽഡിലാണ് വരുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ 2 ലൈന് കാണിക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യാട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ വേണ്ടത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏത് സ്റ്റൈലാണ് വേണ്ടത് ഇവിടെ ചോദിക്കുന്നുണ്ട്. 16:9 നിങ്ങളിപ്പോൾ ലോങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 16:9 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ. അത് വേണമെങ്കിൽ 6S എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ. 10S എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ 720psലും ചെയ്യാം. അപ്പോൾ 720psൻ്റെ ആവശ്യമില്ല, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 480 നമുക്ക് ഓൾറെഡി മെമ്മറി ഇതാക്കാൻ പറ്റും, കുറച്ചും കൂടി ക്ലാരിറ്റിയിലും കിട്ടും, കുഴപ്പമൊന്നുമില്ല, പഠിക്കാനൊന്നുമില്ല. അപ്പോൾ 480psൽ ചെയ്യുക.
ഇവിടെ നമുക്ക് ഓൾറെഡി 16:9 സെലക്ട് ചെയ്യാം കേട്ടോ. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ബാക്കപ്പ് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ സെറ്റിങ്സ് അങ്ങനെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സെറ്റിങ്സ് ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ താഴത്ത് വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മേക്ക് ടു വീഡിയോ ഒന്ന് കൊടുക്കാം. ഇപ്പം എന്താണ് വരുന്നത് നോക്കട്ടെ. ഈ വീഡിയോ എങ്ങനെയാണ് വരുന്നുണ്ട് നോക്കാം. നമുക്ക് അതിൽ ഏതാണോ സെലക്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നത് അത് മാത്രം എടുത്താൽ മതി. 95% ആയിട്ടുണ്ട്, 98% ആയിട്ടുണ്ട്, 100% ആയിട്ടുണ്ട് കേട്ടോ. 100% ആയിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ പ്ലേ ആയി വരും കേട്ടോ. അല്ലിപ്പിക്കും പുഴിക്കും ആനുമാട്ടും പിള്ള വരണം. അതെ നമുക്ക് വരൂ, കാടിന്റെ അത്ഭുതങ്ങൾ കാണാം. വേഗമാണ്, ഞാൻ വരുന്നു. കൂടെ നടക്കാമ. അല്ലിപ്പിക്കും പുഴിക്കും ആനുമാട്ടും പിള്ള വരണം. അതെ നമുക്ക് വരൂ, കാടിന്റെ അത്ഭുതങ്ങൾ കാണാം. ആദ്യത്തെ ലെറ്റർ കുറച്ച് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം കുറച്ച് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഇവിടെ കുറേ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതാണ് നമുക്ക് സെലക്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നത് അത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ആയി, അതുകൊണ്ടാണ് നമുക്ക് കുറേ സെക്ഷനായിട്ട് തരുന്നുള്ളത്. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിൽ കുറേ സ്റ്റൈലിൽ വരും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മാത്രം എടുക്കുക. ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഏതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി 2 വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സീൻ 2ലേക്ക് വരാം കേട്ടോ. ഇതിലെ ചാറ്റ് ജിപിടിയിലേക്ക് വരാം. ചാറ്റ് ജിപിടിയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സീൻ 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സീൻ 2 എന്ന് കാണിക്കുന്ന സമയത്ത് നമുക്കിത് സീൻ 2 ഫുള്ളായിട്ട് നമുക്ക് സ്ക്രീനിൽ കോപ്പി എടുക്കാം കേട്ടോ. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഗ്രോക്കിലേക്ക് വരാം. ഗ്രോക്കിൽ വന്നിട്ട് അതേ സെയിം ഒന്നും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നേരത്തെ കിട്ടിയ പോലെ തന്നെ കുറേ വീഡിയോസ് ഇതുപോലത്തെ സംസാരിക്കുന്ന രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൽ ടെക്സ്റ്റൊക്കെ വരും കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീഡിയോ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വീഡിയോ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇത് ഒരു സംസാരിക്കുന്ന രൂപത്തിലാണ് ടെക്സ്റ്റ് ഉള്ളത്, ടെക്സ്റ്റ് എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സീൻ 1, സീൻ 2, സീൻ 3, സീൻ 4 ഇതേപോലെ നമുക്ക് ഓരോ സീനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് അതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോസും ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇൻഷോട്ടിലേക്ക് പോകട്ടെ. ഇൻഷോട്ടിൽ പോയതിന് ശേഷം നമുക്ക് വീഡിയോ എങ്ങനെയാണ്, ഇപ്പോൾ ഇനി മ്യൂസിക് അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് വീഡിയോസും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം വേണ്ട വീഡിയോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരേ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ 2 വീഡിയോയിൽ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത്രക്കും വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ഏതാണെന്ന് നോക്കിയിട്ട് ആ വീഡിയോസ് ഇടാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുക. ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് റേഷ്യോയിലാണോ വേണ്ടത് അതിലേക്ക് മാറ്റാട്ടോ. ഇപ്പോൾ ഇത് ലോങ് വീഡിയോയിലൊക്കെ ആയിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ലോങ് വീഡിയോയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ ആക്കാം. ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇത് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കാണിക്കാം. ശരി പോകാം. കാട്ട് എത്ര മനോഹരമാണ്. അതെ, ഞാൻ പൂക്കൾ കാണുന്നു. നമുക്ക് ഓക്കെ, വീഡിയോ തീർന്നു. രണ്ടാമത്തെ വീഡിയോ എടുക്കാം. രണ്ടാമത്തെ വീഡിയോ ഏതാണ് എടുക്കേണ്ടതെന്ന് ആലോചിച്ച് വെക്കാം ഇവിടുന്ന്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോസ് ഏതാന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ വീഡിയോയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കഴിക്കാം. അതെ, നമുക്ക് പോകാം. ഹുറേ, ഓടാം. വാ, എത്ര മനോഹരം. കൂടുതൽ കാണാൻ പോകാം. അതെ, മുന്നോട്ട്. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ വീഡിയോ അതേപോലെ എടുക്കാം. ഓക്കെ, മൂന്നാമത്തെ വീഡിയോ അതേപോലെ എടുക്കാം. മൂന്നാമത്തെ വീഡിയോ ഏതെന്ന് ആലോചിച്ചിട്ട് നോക്കിയിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് വെള്ളത്തിലേക്ക് എത്തി കേട്ടോ. അവർ വെള്ളത്തിലേക്ക് എത്തി. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസാണ് ഇത്. ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം. കാട്ടിൽ പിള്ളേർക്ക് വികസിച്ച ഒരു യാത്രക്ക് അടുത്തുള്ള അരുവിയിൽ ചെല്ലാം. ഓക്കെ, അപ്പോൾ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ചിലപ്പോൾ മറ്റേ വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വോയിസ് ഉള്ളത് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ വോയിസ് കറക്റ്റ് ഉള്ളതും ഇല്ലാത്തതും ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ. ശരി പോകാം. കാട്ട് എത്ര മനോഹരമാണ്. അതെ, ഞാൻ പൂക്കൾ കാണുന്നു. നമുക്ക് ഓർമ്മിച്ചതൊക്കെ. നമുക്ക് കഴിക്കാം. അതെ, നമുക്ക് പോകാം. ഹുറേ, ഓടാം. വാ, എത്ര മനോഹരം. കൂടുതൽ കാണാൻ പോകാം. അതെ, മുന്നോട്ട്. ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം.
കാട്ടിൽ പിള്ളേർക്ക് വികസിച്ച ഒരു യാത്രക്ക് അടുത്തുള്ള അരുവിയിൽ ചെല്ലാം. അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ആയിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിനെ ഒന്നും കൂടി എടുക്കാം. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് കാണിന്നാം. ഇത് ശരി പോകാം. കാട്ട് എത്ര മനോഹരമാണ്. അതെ, ഞാൻ പൂക്കൾ കാണുന്നു. നമുക്ക് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്യാം. നമുക്ക് ആ വീഡിയോസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്നൊരു ആ പോർഷൻ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ആ പോർഷനിലേക്ക് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഈ പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായി കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കിട്ടും. കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വെള്ളത്തിലേക്ക് പോകുന്ന സീനിന്ന് എവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം. കാട്ടിൽ പിള്ളേർക്ക് വികസിച്ച ഒരു യാത്രക്ക് അടുത്തുള്ള അരുവിയിൽ ചെല്ലാം. ഓക്കെ, അതേപോലെ ഓരോ വീഡിയോസും ഇതിൽ നിന്ന് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഏതാണ് വീഡിയോസ് ഇടാനുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എത്ര വീഡിയോസാണ് നമുക്ക് ഇടാനുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ നിർമ്മിച്ചെടുക്കാം. റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണോ വീഡിയോ വേണ്ടത് അതുപോലെ നമുക്ക് വേണ്ട രൂപത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ വേണ്ടാത്തൊരു ഭാഗമെല്ലാം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതുപോലെ എഡിറ്റ് ചെയ്ത് എടുത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. വേറെ ഏതാണോ വീഡിയോസിൻ്റെ ലെങ്ത്ത് നോക്കുക, എത്ര മിനിറ്റാണ് നമുക്ക് വേണ്ടത് ആ മിനിറ്റിനനുസരിച്ചിട്ട് നമുക്കത് എല്ലാം കൂടി മാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അതൊന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാർട്ടൂൺ വീഡിയോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഫേസ് കാണിച്ചിട്ട് ബുദ്ധിമുട്ടാവുന്നവരാണ്, നിങ്ങൾക്ക് ഫേസ് കാണിക്കാത്ത വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോസ് നിർമ്മിച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു പ്രശ്നവും വരത്തില്ല, മോണിറ്റൈസേഷന് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. നിങ്ങളെ സ്വന്തം വീഡിയോസാണ്, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യാണ്, നിങ്ങൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ മാസ് പ്രൊഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് കണ്ടൻറ്റ് ക്വാളിറ്റി ഇല്ലാന്നോ വാല്യൂ ഇല്ലാത്ത പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. ഇത്